ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ, അങ്ങനൊരു സിറ്റുവേഷനിലൂടെ എന്നിട്ട് ഒന്ന് കടന്നു പോണത്. അപ്പം ഞാൻ റംസീന നസീർ തട്ടിക്കൂട്ട് പരിപാടീസ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എന്നെപ്പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബേഴ്സിന് ഒരു എന്താ പറയുക, ഒരു താങ്ങെന്ന് പറയുന്നത്. സുബൈ ബാങ്ക് കേട്ടിട്ടാണ് എണീച്ചത്. സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞു. റസൂലിന് നല്ല പനിയാണ് കേട്ടോ, തീ പൊള്ളണ പനി. നേരം വെളുത്തിട്ട് വേണം അവനെ ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ. അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഉമ്മ കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇക്കാക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം, ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എന്തായാലും എണീച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ചായ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എണീച്ചപ്പോൾ വലിയ പ്രശ്നമല്ല. അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ അസുഖത്തിൻ്റെ തീവ്രതയൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പം നീ എന്തിനത് എല്ലാ വീഡിയോസിലും പറയണത് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കൂലേ എന്തെന്താ അസുഖം എന്നും പറഞ്ഞിട്ട് ഇവിടെ എണീച്ച് ഇങ്ങനെ നടക്കുകയാണ്, വേദന എന്നും പറയേണ്ടത്. ചില സമയത്താണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളൂ, ചില സമയത്ത് കുഴപ്പമില്ല. ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ച് പൊടിയും പഞ്ചസാരയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. പണ്ട് ചിരവുള്ളപ്പോഴും ഇങ്ങനെ ആക്കാനായിരുന്നു ഇഷ്ടം, ഇപ്പോഴും ഇതന്നെയാണ് കേട്ടോ പണി. ചീരയാണ് കേട്ടോ കറി വെക്കാൻ പോണത്. പരിപ്പും ചീരയും കറിയും, ചീര ഉപ്പേരിയാണ് കേട്ടോ വെക്കാൻ പോണത്. ഞങ്ങളിവിടെ ഉപ്പേരി എന്നാണ് അധികം എന്താ പറയുക തോരനൊക്കെ പറയാറ്. മുട്ടയും തേങ്ങയും കൂടി ഇട്ടിട്ട് ചീര ഉപ്പേരി വയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചായ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ ചായ ഞാൻ പാടേ ഒഴിവാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. വെറും വയറ്റിലാണ് കേട്ടോ മരുന്ന് കുടിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായ ഇപ്പോൾ ഞാൻ ഒഴിവാക്കി, കുടിക്കണേ ഇല്ല. മിക്സിയുടെ ജാർ എടുത്തപ്പോഴായിരുന്നു തലേ ദിവസം രാത്രി അരച്ച ചമ്മന്തി അതിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഒഴിവാക്കി. അപ്പോഴത്തേനും ഉമ്മ പരിപ്പിൽ എല്ലാം കൂട്ടി തന്നു. പരിപ്പും തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെക്കുക. ചീര തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചുകൊണ്ട് ആ പണി ലാഭിച്ചു. ഉപ്പേരിക്കുള്ള ചീര സെപ്പറേറ്റും അതുപോലെ കറിക്കുള്ളതും പിന്നെ തണ്ട് വേറെയും അങ്ങനെയൊക്കെയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. രാവിലെ എണീറ്റതേ ആ കിടക്കയിൽ തന്നെ ഒരു ചായ കുടിക്കുന്ന ശീലം പണ്ട് മുതൽ എപ്പോഴോ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ വന്നിട്ടും ആ ശീലം അതങ്ങനെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാനിത് എൻ്റെ മരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് തണുപ്പ് പോയിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ മരുന്ന് സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ കുടിക്കുമ്പോൾ ചില സമയത്ത് ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തണുപ്പ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങ മിക്സിയിലൊന്ന് കിറുക്കിറുന്നാക്കി എടുത്തിട്ട് കുറച്ച് തേങ്ങ അങ്ങോട്ട് മാറ്റി വെച്ചു ചീരയിലേക്കുള്ളത്. പിന്നെ കറിക്കുള്ളത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം ചീരക്കറിയൊക്കെ പിറ്റേ ദിവസം ബാലൻസ് വന്നാൽ ഇവിടെ കഴിക്കാൻ ആർക്കും ഇഷ്ടമല്ല. വേറെ എന്ത് കറിയാണെങ്കിലും കഴിക്കും തലേ ദിവസം ബാക്കി വന്നാൽ. അപ്പോൾ എൻ്റെ മരുന്ന് ഇങ്ങനെയാണ് കേട്ടോ, 2 മൂടി ആ ഒരു മരുന്നും പിന്നെ ബാക്കി തൈരും കൂടി ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. മോരിലാക്കിയിട്ട് കഴിക്കാനാണ് പറഞ്ഞത്. നമുക്കിവിടെ മോര് കിട്ടാനുള്ളതുകൊണ്ട് തൈരിലാക്കിയിട്ടാണ് കഴിക്കുന്നത്. ആദ്യമൊക്കെ കുടിക്കുക നല്ല പ്രയാസമായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ പറയുക അങ്ങോട്ട് ശീലമായി. വലിയ എന്താ പറയുക ഇടങ്ങറ് തോന്നണില്ല അത് കുടിക്കുമ്പോൾ. ചീരയിലേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞു. ഇനി ചീരത്തോരൻ അല്ലെങ്കിൽ ചീര ഉപ്പേരി അല്ലെങ്കിൽ ചീരയും മുട്ടയും തേങ്ങയും കൂടി വറുത്തത്, ഇങ്ങനെ 3 ടൈപ്പായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതാണ് 3 പേരും പറഞ്ഞത്. അതെങ്ങനെ വെക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് അരിഞ്ഞ് വെച്ച 2 പച്ചമുളകും ഒരു വലിയ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കിതാ അരിഞ്ഞ് വെച്ച ചീര ഇട്ട് കൊടുക്കാം. നല്ല പച്ച ചീരയാണ്. ഇപ്രാവശ്യം വാങ്ങിയ ചീരൻ്റെ കെട്ട് വലിയതായിരുന്നു, അതുകൊണ്ട് തന്നെ നിറയെ ചീര ഉണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേനും ഉമ്മ പരിപ്പൊക്കെ വെന്തയിലേക്ക് ചീരൻ്റെ ആ ഒരു തണ്ട് ഉണ്ടല്ലോ അത് ഫസ്റ്റ് ഇട്ടിട്ട് വേവിച്ചിട്ടാണ് കേട്ടോ ബാക്കി ചീരയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് പരിപ്പിലോട്ട് ചീരത്തണ്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ചീര അങ്ങനെ ഇത്തിരി വലുതാക്കിയിട്ടാണ് കേട്ടോ കറിക്കുള്ളത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തേങ്ങയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ലാസ്റ്റാണ് കേട്ടോ ചീര ഇട്ട് കൊടുക്കുക. ഉപ്പേരിക്ക് അരിഞ്ഞ ചീരയിൽ ഞാൻ കുറച്ച് തണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികം മൂക്കാത്ത തണ്ടാണ് കേട്ടോ അരിഞ്ഞിട്ടിരിക്കുന്നത്. കുറച്ച് നേരം അടച്ച് വെച്ച് പറഞ്ഞാൽ എല്ലാം ഒന്ന് സെറ്റായി കിട്ടും, അതുകൊണ്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിതിലോട്ട് 2 മുട്ട അങ്ങോട്ട് ഉടച്ച് കൊടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ചിക്കി കൊടുക്കുക എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. അങ്ങനെ നല്ല ചിക്കി കൊടുത്തിട്ട് ചീരത്തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ചീരക്കറിയും റെഡി ആയിട്ടോ. ലാസ്റ്റ് ചീരയൊക്കെ ഇട്ട് വേവിച്ചിട്ട് താളിച്ചു, കടുവും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചു. അപ്പോൾ ചീരക്കറി അവിടെ റെഡിയായി. 7:30 പോവും. ഇതൊക്കെ റെഡി ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു പൈസ ഉണ്ടല്ലോ ഓണഫണ്ട് ചേർന്നിട്ട് കിട്ടിയതാണ്. 2 ഓണഫണ്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. ആഴ്ചയ്ക്ക് 100 രൂപ വെച്ച് അടച്ചിട്ട് അങ്ങനെ കിട്ടിയ പൈസയാണ്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മളൊരു ചെറിയ തുകയല്ലേ ആഴ്ചയ്ക്ക് അടയ്ക്കണുള്ളൂ. അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ ഒരു പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരുമോ എന്ന് പറഞ്ഞിട്ട് കനത്ത് കൊടുത്താണ്. ഒക്കെ CDM ഇട്ട് തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ പിന്നെ ഒക്കെ ഡ്യൂട്ടിക്ക് പോയി. ഞാനിതാ ദോശമാവും എടുത്തിട്ട് ദോശ ചുടാൻ നിന്നപ്പോഴായിരുന്നു എനിക്ക് തോന്നിയത് ഇന്ന് ദോശ വേണ്ട, നമുക്കിന്ന് പണിയാരം ഉണ്ടാക്കാമെന്ന്. ഞാൻ പണിയാരം ഉണ്ടാക്കി. റസ്ലൂന് ഉമ്മ കഞ്ഞിയൊക്കെ കൊടുത്തു. ആൾക്ക് നല്ല ക്ഷീണമുണ്ട്, ശരിക്കും തല പൊന്തണില്ല എന്ന് വേണമെങ്കിൽ പറയാം. തലേ ദിവസത്തെ ചമ്മന്തിയും കൂട്ടിയിട്ട് ആ പണിയാരമൊക്കെ ഇതാ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഉമ്മയും കഴിക്കുന്നുണ്ട് കേട്ടോ, ഉമ്മ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. ഈ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്നും വേണ്ട, ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ടിട്ട് അരയ്ക്കാൻ പറ്റിയതാണ്. റെസ്ലു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം. എനിക്കും ഉമ്മാക്കൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല. അപ്പം നാത്തും വന്നിട്ട് അവൾ കേട്ടോ അവനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. പിന്നെ അവൾക്ക് സ്കൂളിൽ മോളിനെ വിളിക്കാൻ പോണതുകൊണ്ട് തന്നെ പിന്നെ അനിയത്തി വരുന്ന വഴിയിൽ ഇറങ്ങിയിട്ട് റിസൾട്ടൊക്കെ വാങ്ങി കാണിച്ചു. മൊത്തത്തിൽ സീനാടോ, ഡെങ്കി പോസിറ്റീവായിട്ടുണ്ട്. ആൾക്ക് 2 ദിവസം നല്ല പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഇടങ്ങറുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ഡെങ്കി പോസിറ്റീവായി. എന്താ പറയുക, മൊത്തത്തിൽ അല്ലെങ്കിലേ ഒരു അസുഖമായി പോണ് വീട് ഫുള്ളും. അതിൽ കൂടെ ഇപ്പോൾ അവനും കൂടി കിടപ്പിലായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ നാരങ്ങ വെള്ളവും ചൂടുവെള്ളമൊക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്. അവനിക്ക് എന്താണെന്നറിയില്ല, കുറേ ദിവസം ഈ അരി വറുത്തതും തേങ്ങയും കഴിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഉമ്മ അവനിക്കുള്ള അരിയൊക്കെ വറുത്ത് തന്നു. അതിൽ കുറച്ച് മാത്രം തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ കൊടുത്തത്. ചായക്കുള്ള പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായയും കൊടുത്തു. ഈ ബാക്കി വന്ന അരി ഞാൻ മിക്സിയിൽ പൊടിച്ചിട്ട് ഇതാ അരിയുണ്ട ഉണ്ടാക്കാൻ കേട്ടോ. ഇത് ഈസി ബീസി അരിയുണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് അരിയുണ്ട ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കാക്ക് കൊടുക്കാമല്ലോ എന്നും പറഞ്ഞിട്ട് ബാക്കി അരിയുണ്ട എടുത്തിട്ട് ഇന്നതാ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇത് ഇവിടെയൊക്കെ വന്നിരുന്നിട്ട് ചായ കുടിക്കുന്നത്. അപ്പം ഞാനും ഉമ്മയും കൂടി ഇവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. താഴത്തെ വീട്ടുകാരുണ്ട് കേട്ടോ, അവർ ഞങ്ങളോട് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട്. അവർക്കും അരിയുണ്ടൊക്കെ കൊടുത്തു. സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ വന്ന് ചായ കുടിച്ചിട്ട് കുറേ ദിവസമായി, കാരണം കുറേ നേരം ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇനി അരിയുണ്ട വേണമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കണം. അതങ്ങനെയാണ് കേട്ടോ, നമുക്ക് പൊതുവേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇഷ്ടമുണ്ടാവില്ല, മറ്റുള്ളവർ തരുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആണല്ലോ, അങ്ങനെ തന്നെയാണ് അതെല്ലാവർക്കും. അങ്ങനെ എന്താ കുഞ്ഞു കപ്പിലാണ് ഞാൻ വൈകുന്നേരം ചായ കുടിക്കുന്നത്. ചായ കൂടി മെല്ലെ നിർത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ,